മൈക്ക് എന്ന ബോക്സിംഗ് താരം ഒരിക്കലും തന്റെ വലതുകൈകൊണ്ട് എതിരാളികളെ ഇടിക്കാറില്ല. കാരണം അവൻ വലതുകൈ ഉപയോഗിച്ചാൽ പിന്നെ എതിരാളി ജീവനോടെ ബാക്കിയുണ്ടാകില്ല. ഒരു ദിവസം ബോക്സിംഗ് മത്സരത്തിൽ അവൻ ചുരുണ്ട മുടിയുള്ള ഒരു മുൻ സൈനികനെ നേരിട്ടു. മൈക്ക് തന്റെ ഇടതുകൈ കൊണ്ട് മാത്രം അതിശക്തമായ ഒരിടി കൊടുത്ത് വളരെ എളുപ്പത്തിൽ അയാളെ നിലത്ത് വീഴ്ത്തി പരാജയപ്പെടുത്തി. മത്സരം കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കുകയും വളരെ വേഗം നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. പണ്ട് തങ്ങൾ ഒരേ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മൈക്കിന്റെ അമ്മ വിളിച്ച് ചില ഗുണ്ടകൾ അവരുടെ കട ആക്രമിക്കുന്ന കാര്യം അവനോട് പറയുന്നത്. മൈക്ക് ഉടൻ തന്നെ അവിടേക്ക് ഓടിയെത്തി. തന്റെ പ്രിയപ്പെട്ട അമ്മയെ രക്ഷിക്കാനായി അവൻ വലതുകൈ തന്നെ ഉപയോഗിക്കാൻ അപ്പോൾ തീരുമാനിച്ചു. യാതൊരു ദയയുമില്ലാതെ അവൻ പുറത്തുണ്ടായിരുന്ന ഗുണ്ടകളെ മുഴുവൻ ശക്തമായി ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് അമ്മയെ സുരക്ഷിതയാക്കാൻ അവൻ വേഗത്തിൽ കടയ്ക്കുള്ളിലേക്ക് കയറി. അപ്പോഴാണ് യഥാർത്ഥ ഗുണ്ടാത്തലവൻ അതിശക്തനായ തന്റെ ഒരു അംഗരക്ഷകനുമായി അവിടേക്ക് വന്നത്. മൈക്കൊട്ടും സമയം പാഴാക്കാതെ വലതുകൈ കൊണ്ട് ആ അംഗരക്ഷകനെ സർവ്വശക്തിയുമെടുത്ത് ഇടിച്ചെങ്കിലും അയാൾ അത് വളരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്തി. അതുകണ്ട് മൈക്ക് ശരിക്കും ഞെട്ടിപ്പോയി. തുടർന്ന് ആ അംഗരക്ഷകൻ മൈക്കിന്റെ രണ്ട് കൈകളിലും ബലമായി പിടിച്ചുവെച്ച് തലകൊണ്ട് അതിശക്തമായി ഇടിച്ച് അവനെ നിലത്ത് വീഴ്ത്തി. അപ്പോൾ ഗുണ്ടാത്തലവൻ വന്ന് തന്റെ ഒപ്പം ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും മൈക്ക് അയാളുടെ മുഖത്തേക്ക് തുപ്പിക്കൊണ്ട് അത് നിരസിച്ചു. വല്ലാതെ ദേഷ്യം വന്ന ഗുണ്ടാത്തലവൻ ഒരു കത്തിയെടുത്ത് മൈക്കിനെ നിഷ്കരണം കുത്തി